ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏകലവ്യ ബാച്ചിലെ ജോമെട്രിയുടെ അടുത്ത ക്ലാസ് ചെയ്യാൻ പോവാണ്. 12ഓളം ക്ലാസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ് ആണ്. അപ്പോൾ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കുമായിട്ട് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വേണ്ടി മാഗ്നമെന്റർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിൽ തന്നിട്ടുണ്ട്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതനുസരിച്ച് പഠിച്ചു പോവുകയാണെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ എല്ലാം കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോകുന്നത്. കംപ്ലീറ്റ് ജോമെട്രി നിങ്ങൾക്ക് വേണ്ടി തീർത്തിരിക്കും. കംപ്ലീറ്റ് പെർസെന്റേജ് തീർത്തതുപോലെ കംപ്ലീറ്റ് ജോമെട്രി നിങ്ങൾക്ക് തീർത്ത് തന്നിരിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകത്തുള്ളൂ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ 6, ഓപ്ഷൻ ബി 6 ലെസ് ദാൻ എ ലെസ് ദാൻ 14, ഓപ്ഷൻ സി 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14, ഓപ്ഷൻ ഡി 6 ലെസ് ദാൻ എ ലെസ് ദാൻ 10. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ട്, നമ്മൾ പഠിച്ച കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ഏറ്റവും ബിഗിനർ ലെവലിലുള്ളവർക്ക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ എല്ലാവർക്കും എന്ത് ചെയ്യാം, പഠിക്കാവുന്ന ക്ലാസ് ആണ് ഏകലവ്യ ബാച്ചിലുള്ളത്. സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ആണ്. ആർ 4 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ആൻഡ് 8 സെന്റിമീറ്റർ. ദെൻ ദ വാല്യൂ ഓഫ് എ വിൽ ബി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളുടെ സം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനേക്കാളും എന്തായിരിക്കും, വലുതായിരിക്കും. അതുപോലെ രണ്ട് സൈഡുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനേക്കാളും ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, എ എന്ന് പറയുന്ന ആ ഒരു തേർഡ് സൈഡിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ സം എത്രയാണ്, 14. ഇപ്പൊ 14 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. അതുപോലെ നമുക്ക് പറയാം 10 - 4 6, ഡിഫറൻസിനേക്കാളും എന്തായിരിക്കും, വലുതുമായിരിക്കും മൂന്നാമത്തെ സൈഡ്. അപ്പോൾ ഡിഫറൻസിനേക്കാളും വലുതുമായിരിക്കും ആരെന്ന് പറയുന്നത് എ. ഇപ്പൊ ഈ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഇത് വലുതെന്നാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 6നേക്കാളും വലുതും 14നേക്കാളും ചെറുതും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 6 ലെസ് ദാൻ എ ലെസ് ദാൻ 14. അതായത് 14 വലുതാണ് എക്കാളും, എ വലുതാണ് 6നേക്കാളും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വെക്കുക. എന്താണ് നമ്മൾ പഠിക്കാനുള്ളത്, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ സം എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ, മൂന്നാമത്തെ സൈഡിനേക്കാളും എന്തായിരിക്കും, വലുതായിരിക്കും. ഇനി രണ്ട് സൈഡുകളുടെ ഡിഫറൻസ് ആണ് എടുക്കുന്നതെങ്കിലോ, ഒരു ട്രയാങ്കിൾ ഉണ്ടാവണമെങ്കിൽ ബാക്കി രണ്ട് സൈഡുകളുടെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൂന്നാമത്തെ സൈഡ് ഏത് സൈഡും ആയിക്കോളട്ടെ, മൂന്നാം സൈഡിനേക്കാൾ എന്തായിരിക്കും, ചെറുതുമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കൺസെപ്റ്റ് ആയിട്ട് ഓൾറെഡി പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈസി ആയിട്ട് എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഓപ്ഷൻ എഴുതുന്നവരെ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ഓക്കെ, ടേക്കിംഗ് എനി 3 sides of length 2 cm, 3 cm and 5 cm and 6 cm, how many triangle can be formed? അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ നിന്നും 2, 3, 5, 6 ഇങ്ങനെയാണ് സൈഡുകളുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഏതെങ്കിലും 3 എടുത്തിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നാമതായിട്ട് 2, 3, 5 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ? 2, 3, 5 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റാത്തത്? 2ഉം 3ഉം 5 ആണ്. ആ 5നേക്കാളും മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതായിരിക്കണം രണ്ട് സൈഡുകളുടെ സം എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ആ ഒരു കണ്ടീഷൻ തെറ്റിപ്പോയി. 2, 3, 5 ഈക്വൽ ടു ആകാൻ പാടില്ല, വലുതായിരിക്കണം, എങ്കിലേ ട്രയാങ്കിൾ ഉണ്ടാവത്തുള്ളൂ. ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യും, 2, 3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കും. കൺസെപ്റ്റ് ഓൾറെഡി പഠിപ്പിച്ചാണ്. രണ്ടാമത്തെ കേസിൽ 2ഉം 3ഉം 6ഉം എടുക്കാം. 2, 3, 5 ആണ്. അതാ അതിനേക്കാളും വലുതാണ് മൂന്നാമത്തെ സൈഡ്. 3, 6, 9 ആണ്. 2നേക്കാളും വലുതാണ്. 6ഉം 2, 8 ആണ്. 8നേക്കാളും 3നേക്കാളും അടുത്ത മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതാണ്. അപ്പൊ എന്ത് ചെയ്യാം, 8 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ട്രയാങ്കിൾ ഉണ്ടാവും. അടുത്ത കേസ് 2, 5, 6. 2, 5, 7 ആണ്. അത് മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതാണ്. 6, 5, 11 ആണ്. അത് 3നേക്കാളും വലുതാണ്. 6, 2, 8 ആണ്. അത് മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതാണ്. അപ്പം ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മറ്റേ ഡിഫറൻസിന്റെ കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യും. നാലാമത്തെന്ന് പറഞ്ഞാൽ 3ഉം ഇനി ഏതൊക്കെയുള്ള 2, 3, 6 എടുത്തു. 2, 5, 6 എടുത്തു. ഇനി 3ഉം 5ഉം 6. 3ഉം 5ഉം 6 എടുക്കാൻ പറ്റും. 3, 5, 8 6നേക്കാളും വലുത്. 11 3നേക്കാളും വലുത്. 9 5നേക്കാളും വലുത്. അങ്ങനെ എത്ര ട്രയാങ്കിൾ പോസിബിൾ ആണ്? അവിടെ 3 ട്രയാങ്കിൾ പോസിബിൾ ആണ്. 3 ഇവിടെ 5, 9 2നേക്കാളും വലുത്. ഇതുണ്ടാക്കാമല്ലോ. 5, ഓക്കെ സോറി, ഇത് പറ്റത്തില്ല. 5 6നേക്കാൾ വലുതല്ലോ. ഓക്കെ, രണ്ട് സൈഡിൽ സമ്മാണ്, മറ്റേനേക്കാൾ വലുതുണ്ട്. അപ്പോൾ 5 ഒരിക്കലും 6നേക്കാൾ വലുതല്ല. 3 അല്ല 2 പറ്റും. ലാസ്റ്റ് 2 പറ്റും. ശ്രദ്ധിച്ചോണം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റിനും വരാം. 2 ട്രയാങ്കിൾസ് ആണ് അവിടെ എന്ത് പോസിബിൾ ആയിട്ട്. 2 ട്രയാങ്കിൾസ് ആർ പോസിബിൾ. 2 ട്രയാങ്കിൾസ് ആണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following represent the side of an obtuse angle triangle? ഇതിനെല്ലാം കണ്ടീഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണ്. ഓപ്ഷൻ എ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ് എല്ലാത്തിന്റെ കണ്ടീഷൻ. ഒപ്റ്റ്യൂസ് ആവാനും അക്യൂട്ട് ആവാനും എല്ലാ കണ്ടീഷനും, റൈറ്റ് ആംഗിൾ ആവാനും എല്ലാം. 39, 9, 41. ഓപ്ഷൻ സി 24, 8, 25. ഓപ്ഷൻ ഡി 20, 21, 29. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. യെസ്, 21, 20, 21, 29. ഓക്കെ, അപ്പോൾ 15, 8, 17. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ട്രയാങ്കിൾ ഒപ്റ്റ്യൂസ് ആംഗിൾ ആവണമെങ്കിൽ എ ബി സി സൈഡുകളാണ്
സി വലിയ സൈഡ് ആണെങ്കിൽ നമുക്ക് എന്താവണം ഒബ്റ്റ്യൂസ് ആണെങ്കിൽ സി സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് വലിയ സൈഡ് ഇത് ലാർജർ ആണ്. അപ്പൊ ലാർജസ്റ്റ് സൈഡ് ആണ്. അപ്പൊ ലാർജസ്റ്റ് സൈഡിന്റെ സ്ക്വയർ എന്തായിരിക്കണം മറ്റേ സൈഡുകളുടെ സ്ക്വയറിനേക്കായും ബാക്കി രണ്ട് സൈഡുകളുടെ സ്ക്വയറിനേക്കായും വലുതാണെങ്കിൽ ആ ട്രയാങ്കിൾ എന്തായിരിക്കും ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഇവിടെ വലിയ സൈഡ് 17 ആണ്. അപ്പോൾ 8, 15, 17 ട്രിപ്ലറ്റ് ആണ്. അല്ലെങ്കിൽ 8ന്റെ സ്ക്വയറും 15ന്റെ സ്ക്വയറും കൂട്ടുന്ന എന്താണ് 17ന്റെ സ്ക്വയർ ആണ്. ഇതാണ് നമ്മൾ ട്രിപ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതെന്തല്ല ഒബ്റ്റ്യൂസ് അല്ല. ഇനി ഇതെന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഫോമിലാണ് എടുക്കുന്നത്. ഇനി ഇവിടെ 39, 9, 41. ഇപ്പോൾ വലുത് 41 ആണ്. 41ന്റെ സ്ക്വയർ 1681 ആണ്. മറ്റേതിന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയർ 81, 39ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയാണ് 50നേക്കായും 11 കുറവാണ്. അപ്പോൾ 21, 11ന്റെ സ്ക്വയർ 21, 1 വന്നു. 50നേക്കായും 11 കുറവാണ്ട്. 25 11 കുറയ്ക്കാം. 25 11 കുറച്ചാൽ നമുക്ക് 1521 അറിയാം. കാണാതെ പഠിക്കേണ്ടതാണ്. നമ്മൾ 50 വരെ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നതാണ്. 1521 ഓക്കെ, 1521. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നോക്കേ 1521 81 ഒരിക്കലും എന്ത് വരത്തില്ല 1681 കൂടുതൽ വരത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ വലിയ സൈഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുതിന്റെ സ്ക്വയറുകളെക്കാളും കൂടുതലാണ്. അല്ലെങ്കിൽ സി സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോമിലാണ് ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക. ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങൾ അഡ്വാൻസ് ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവലിൽ ഇരിക്കുന്നവരാണെങ്കിലും ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്, എടുത്ത് കാണുക, പഠിക്കുക. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിന്റെ ഗുണവും കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. അടുത്ത 24, 8, 25. ഇനി നമുക്ക് നോക്കണ്ട, കഴിഞ്ഞു. 8, 25, 24 പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. 25ന്റെ സ്ക്വയർ 625. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയറിന്റെ സമയം എന്തായിരിക്കും? അതിനേക്കാൾ കൂടുതലായിരിക്കും. ഇത് കൂടുതലായിരിക്കും. അപ്പോൾ അത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. 20, 21, 29 എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇഫ് ഇൻ എ ട്രയാങ്കിൾ PQR, PQ, QR, PR. അപ്പം 3, 4, 5 ട്രയാങ്കിൾ ആണെങ്കിൽ അതെന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. രണ്ട് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡിന്റെ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? വലുതിൽ നിന്നും ചെറുതിലോട്ട്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്നും ചെറുതിലോട്ട്. യെസ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചാനലിനെ പറ്റി ഞാൻ കുറച്ച് കാര്യം പറയാം. PQR. അപ്പൊ PQ എന്ന് പറഞ്ഞാൽ 3 ആണ്, QR എന്ന് പറഞ്ഞാൽ 5 ആണ്, PR എന്ന് പറഞ്ഞാൽ ഓക്കെ PQ, QR, PR. അപ്പൊ നമ്മൾ ഈ വരച്ച പരിപാടി നടക്കത്തില്ല. കാര്യം ഹൈപ്പോട്ടൻസ് എനിക്ക് അവിടെ വലുതെന്ന് പറഞ്ഞു. അപ്പോൾ 5 ഇവിടെ 5, 3, 4, 5 നമ്മൾ ഇങ്ങനെ വരച്ചാൽ 3, 4, 5 ഇവിടെ വരച്ചാൽ QR, PQ, യെസ് PQR. ഇങ്ങനെയാണ് ഫിഗർ എങ്കിൽ PQ, QR, PR. അല്ലെങ്കിൽ ഈ 90 ഡിഗ്രി ഓപ്പോസിറ്റ് റൈറ്റ് ആംഗിൾ ഹൈപ്പോട്ടൻസ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. ഹൈപ്പോട്ടൻസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയിരിക്കും ഏറ്റവും വലുത്. ഇതിന്റെ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ആണ് ഡിസെൻഡിങ് ഓർഡർ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് ഏത് തന്നെ ആയിരിക്കും? P തന്നെ ആയിരിക്കും. P ആണ് ഏറ്റവും വലുത്. അപ്പൊ P ഏറ്റവും വലുത് വരുന്നവരാണ്. ഇവിടെ P ഏറ്റവും വലുതാണ്, അടുത്ത് P ഇവിടെ ഏറ്റവും വലുത്. ഇനി നമുക്കൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ലാർജസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തായിരിക്കും? ലാർജസ്റ്റ് ആയിരിക്കും. അപ്പോൾ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിളിനനുസരിച്ച് ആംഗിൾ വലുതാണെങ്കിൽ സൈഡും വലുതായിരിക്കും. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മളിത് വലിയ ആംഗിൾ ഇതാണ്. അടുത്ത വലിയ ആംഗിൾ ഏതായിരിക്കും? 4ന് ഓപ്പോസിറ്റിലാണോ 3ന് ഓപ്പോസിറ്റിലാണോ? അല്ല, 4ന് ഓപ്പോസിറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? 4ന് വേണ്ടിയാണ് കുറച്ചുകൂടെ വലിപ്പം വേണ്ടത്. 4 സൈഡ് വരാൻ വേണ്ടി. 3 ആവാൻ വേണ്ടി അത്ര വലിപ്പം വേണം. അപ്പൊ ഇതായിരിക്കും സെക്കൻഡ്, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഓക്കെ. അപ്പൊ ഡിസെൻഡിങ് ഓർഡറിലായതുകൊണ്ട് ഏറ്റവും വലുത് ഏതാണ്? ഒന്നാമത്തത്, അതായത് P. രണ്ടാമത്തെ അടുത്ത വലുത് ഏതാണ്? Q. P കഴിഞ്ഞിട്ട് Q, അത് കഴിഞ്ഞിട്ട് R. ആയിരിക്കും ഏറ്റവും ചെറുത്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. ഇപ്പൊ ഇവിടെ നമ്മൾ 2 കൺസെപ്റ്റ് പഠിച്ചു. 2 കൺസെപ്റ്റിൽ ഒരു കൺസെപ്റ്റ് തന്നെയാണ് പഠിച്ചത്. എന്താണ്? നമ്മളുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മളുടെ സൈഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സൈഡ് ലെങ്ത് കൂടുതലുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്തായിരിക്കും? വലുതായിരിക്കും. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചാൽ മതി. ഇഫ് ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഓപ്ഷൻ തരാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, ചെയ്ത് നോക്കുക. 3 യൂണിറ്റ്. അപ്പോൾ ഒരുപാട് കൺസെപ്റ്റും പഠിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്യും. ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ സെന്റേഴ്സിലോ നിങ്ങൾക്ക് ക്ലാസ് കിട്ടത്തില്ല, അത് ഞാൻ ഉറപ്പായി. 2 യൂണിറ്റ് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി 4 യൂണിറ്റ്. യെസ്. ഓപ്ഷൻ ഡി 5 യൂണിറ്റ്. ആരെങ്കിലും പെർസെന്റേജിന്റെ ഏകലവ്യ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യസ്തമാണ് നമ്മൾ പഠിക്കുന്നത്, എത്രത്തോളം കണ്ടന്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത്. If the sides of a right angle triangle are 3 consecutive integers, then the length of the smallest side. ഇപ്പോൾ 3 consecutive integers ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണമെങ്കിൽ ഏതാണ്? 3, 4, 5 ആണ്. 3ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ കൂട്ടുമ്പോൾ 5ന്റെ സ്ക്വയർ ആണ്. അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് സൈഡ് ഏതാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു C സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചാണ്. ഇപ്പോൾ ഏതാണ്? 3 യൂണിറ്റ്. നമ്മൾ എല്ലാ സെന്ററിനെ പറ്റി എല്ലാം പഠിച്ചാണ്. അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതെല്ലാം നമ്മൾ പഠിച്ചാണ്. ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ഒന്ന് ചെയ്ത് നോക്കുക. ഓപ്ഷൻ എഴുതുമ്പോഴത്തേക്കും പാരലോഗ്രാം. ഓപ്ഷൻ ബി റോംബസ്. ഓപ്ഷൻ സി റെക്ടാംഗിൾ. ഓപ്ഷൻ ഡി സ്ക്വയർ. യെസ്. ക്വസ്റ്റ്യൻ നോക്കാം. ദ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ അലോങ് വിത്ത് എനി ഓഫ് ദ വെർട്ടിക്സസ് ആസ് ദ ഫോർത്ത് പോയിന്റ് മേക്ക് എ. ഏത് ഫോമാണ് ഉണ്ടാക്കുന്നത് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഒരു റൈറ്റ് ആംഗിൾ, ഒരു സാധാരണ ഒരു ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ്
മിഡ് പോയിന്റ്സ് ആണ്. ഇതൊരു മിഡ് പോയിന്റ് ആണ്, ഇതൊരു മിഡ് പോയിന്റ്, ഇതൊരു മിഡ് പോയിന്റ്, ഇതൊരു മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇത് ജോയിൻ ചെയ്യുന്നു, ഇതും ജോയിൻ ചെയ്യുന്നു, എലോങ് വിത്ത് എനി ഓഫ് ദ വെർട്ടിസസ് 4th പോയിന്റ്. ഇതാണ് 4th പോയിന്റ് എന്ന് വെച്ചു. എ ബി സി ഡി ഇതാണ് നമ്മുടെ ഒരു പാരലോഗ്രാം ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്തായിരിക്കും, മൂന്നാമത്തെ സൈഡിന് പാരലായിരിക്കും. പിന്നെ നമ്മൾ മിഡ് പോയിന്റ് തീർന്നു പറയും, നമ്മൾ പഠിക്കും, സിമിലാരിറ്റി ഒക്കെ പഠിക്കും. എന്താണ് പഠിച്ചത്? ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൂന്നാമത്തെ സൈഡിന് പാരലായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്, ഇത് രണ്ടും പാരലാണ്. മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ, ഇത് രണ്ട് മിഡ് പോയിന്റ് ആണ്, അതെന്തായിരിക്കും, മൂന്നാം സൈഡിന് പാരലായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ടുള്ള ഈ ഒരു ക്വാഡ്രിലാറ്ററലിനാണ് നമ്മൾ എന്ന് പറയുന്നത് പാരലോഗ്രാം എന്ന് പറയുന്നത്. ഏറ്റവും അടിപൊളിയായിട്ട് അത് ചെയ്യുക. അടിപൊളിയായിട്ടുണ്ട്. അടുത്ത ദിവസം ചെയ്യാം. ഇൻ ദ ഫോളോയിങ് ഫിഗർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ഫോളോയിങ് ഫിഗർ വേണ്ടേ? ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്ക്, ഫിഗർ നോക്ക്. ഇത് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, കുറച്ചുകൂടെ വൃത്തിയായിട്ട് വരയ്ക്കാം. യെസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിൽ എ ബി സി ഇത് 90 ഡിഗ്രി ആണ്. എയിൽ നിന്ന് സിയിലോട്ട് വരയ്ക്കുന്നു. ഇത് ഡി ആണ് കേട്ടോ, ഡി ആണ് ഫിഗർ, ഡി ആണ്. അപ്പൊ ഇത് 30 തന്നിട്ടുണ്ട്, ഇത് എത്രയാണ്, 30 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഏത് റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എ ബി ഈക്വൽ ടു ബി ഡി ആണോ, എ സി ഈക്വൽ ടു സി ഡി ആണോ, ഏതാണ്? അപ്പൊ ഇവിടെ എയുടെ വാല്യൂ 60 തന്നിട്ടുണ്ട്. ഇത് 90 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ടോട്ടൽ ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ സം എത്രയാണ്? 180 ആണ്. ഇത് 60ഉം ഇത് 90 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് 30 ആയിരിക്കും. ഇത് 30 ആയിരിക്കും, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത് 30, ഇത് 30 ആണെങ്കിൽ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് എ സി ഈക്വൽ ടു സി ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. ഇതൊക്കെ നമ്മൾ പഠിച്ച ഈക്വലാറ്റർ ട്രയാങ്കിൾ, നമ്മൾ ഐസോസെലസ് ട്രയാങ്കിളിന്റെ കാര്യമൊക്കെ പഠിച്ച. ഇവിടെ 90, ഇവിടെ 60 തന്നിട്ടുണ്ട്, 30 ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 30 ആണെങ്കിൽ ബാക്കി എത്ര വരും? 90, 60, ഇത് 30 ആണ്. അപ്പോൾ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ്, ഈക്വൽ ആംഗിൾ കണ്ടാൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ ഈക്വൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗർ ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഫിഗർ ഒക്കെ മനസ്സിലാക്കിയാലേ മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് 5-6 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇതുവരെ ഞാൻ ഈ ഒരു ചാനലിനെ പറ്റി പറയാം. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ഒക്കെ നമ്മുടെ ലീൻ MV ഡൂ മൈ മാത്സ് എന്ന് പറയുന്ന ചാനൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം, കുറച്ച് പേരൊക്കെ അറിയാവുന്നതാണ് ഡൂ മൈ മാത്സ് എന്ന് പറഞ്ഞ ചാനൽ. അതിനകത്ത് ലീൻ MV എന്ന് പറയുന്ന സാറാണ്. ഇപ്പോൾ എനിക്കൊന്നും ആ ചാനലിന്റെ പേര് ഇതാണ്. അപ്പോൾ പുള്ളിയുടെ ക്ലാസ് കണ്ടു തുടങ്ങിയിട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പുള്ളിയുടെ എക്സസൈസ്, ഞാൻ മാത്സ് എക്സസൈസ് അത്രമാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ ഒരുപാട് പേർക്ക്, നമ്മുടെ പാവപ്പെട്ട ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന്, ഒരുപാട് പേര് ക്ലാസ്സുകൾ, നല്ല ക്ലാസ്സുകൾ കിട്ടാതെ എക്സാം ക്വാളിഫൈ ആവാതെ, കഴിവുണ്ടായിട്ടും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ട രീതിയിൽ ഇരുന്ന സമയത്ത് പുള്ളി നൈസ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാഴ്ചപ്പാടുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ്, അങ്ങനെ ഞാൻ അതിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും സമയമില്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് തരുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തരും. അതുകൊണ്ടാണ് എനിക്ക് ടൈം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ക്ലാസ്സിൽ നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്ക് മാക്സിമം ക്വാളിറ്റി കണ്ടന്റ് തന്നിരിക്കും. അത് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കുമായിട്ട് നിങ്ങളിത് ആരും അറിയില്ല എന്നുള്ള സ്ഥിതി വരരുത്. കണ്ടിട്ട് ക്ലാസ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ അറിയാതെ ഇതിന് വ്യൂസ് ഒക്കെ കുറയുന്നതുകൊണ്ട് ഒരു വിഷമമാണ്. ക്ലാസ്സുകൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ തന്നെ ചെയ്യും. നമ്മുടെ ബാക്കി എല്ലാത്തിനുമുള്ള ക്ലാസ്സുകൾ ഏറ്റവും ക്വാളിറ്റിയിൽ തരുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും കാണുക. നമുക്ക് ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ എല്ലാം ആയിട്ട് വരാം. അർജുന ബാച്ച് എല്ലാം പെൻഡിങ് ആണ്, എനിക്കറിയാം. ഇതിനൊക്കെ ബാക്കി ക്ലാസ്സുകൾ വരാം. അതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നിൽക്കാം. ഇതുവരെ ഇട്ടിട്ടുള്ള 450ഓളം വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒരു ഷോർട്സ് പോലും മിസ്സാവാതെ, ചെറിയ വീഡിയോ പോലും മിസ്സാവാതെ എല്ലാം കണ്ടു തീർക്കുക. എല്ലാം നിങ്ങളുടെ എക്സാമിനെ സഹായിക്കും. ഓക്കെ, നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.